ആണ് ഹോസ്പിറ്റലിലുള്ളത്. അങ്ങോട്ട് നിസ്കോനെയും പിടിച്ചുകൊണ്ട് പോകുന്ന സീനാണ് നമ്മൾ മൂവിയുടെ തുടക്കത്തിൽ കണ്ടത്. അങ്ങനെ നിസ്കോനെ കൊണ്ടുപോകുന്ന സമയത്ത് ടാൻജിറോ പറയുന്നു, നിസ്കോ, നിന്നെ ഞാൻ ഒരിക്കലും മരണത്തിന് വിട്ടുകൊടുക്കില്ല. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. നിസ്കോ, എന്നെ വിട്ടു പോവില്ല നിസ്കോ. തീർച്ചയായിട്ടും നിന്നെ രക്ഷിക്കും നിസ്കോ എന്നും പറഞ്ഞുകൊണ്ട് ടാൻജിറോ ഓടുവാണ്. ഇതേ സമയത്ത് നിസ്കോന് ജീവൻ വരുവാണ്. നിസ്കോ ഒരു ഡീമണായിട്ട് മാറാൻ വേണ്ടി നിൽക്കുമായിരുന്നു. നിസ്കോയുടെ പല്ലൊക്കെ ഡീമൺസിനെ പോലെ ആയിട്ടുണ്ട്. അവളുടെ കണ്ണും ഡീമൺസിനെ പോലെ ആയിട്ടുണ്ട്. ടാൻജിറോനെ ആക്രമിക്കാൻ വേണ്ടി നിസ്കോ ശ്രമിക്കുന്നു. ഇതേ സമയം അവർ ആ മലഞ്ചെരുവിൽ നിന്നും താഴോട്ട് വീഴുന്ന ടാൻജിറോ വീഴുന്നത് ഒരു മഞ്ഞിലോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഒന്നും തന്നെ പറ്റുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് തൻ്റെ അനിയത്തിയായിട്ടുള്ള നിസ്കോ എവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് അതാ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഡീമണായിട്ട് മാറാൻ വേണ്ടി നിൽക്കുന്ന നിസ്കോനെ കാണുവാണ്. നിസ്കോ എന്ന് പറഞ്ഞ് നിസ്കോയുടെ എടുത്തോട്ട് വരുവാണ് ടാൻജിറോ എടുത്തു വന്ന് നോക്കുന്ന സമയത്താണ് കാണുന്നത് നിസ്കോ ഒരു ഡീമണായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഡീമണായ നിസ്കോ ടാൻജിറോയെ കടിക്കാൻ വേണ്ടി ടാൻജിറോന്റെ അടുത്തോട്ട് ചാടുന്നു. ടാൻജിറോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വാൾ ഉപയോഗിച്ച് ആ കടിയിൽ നിന്നും തടയുവാണ്. ഇതേ സമയം തന്നെ ടാൻജിറോ മനസ്സിൽ പറയുന്നു, ഏയ് നിസ്കോ, നീയല്ല നമ്മുടെ കുടുംബത്തെ കൊന്നതെന്ന് എനിക്കറിയാം. കാരണം നിനക്കതിന് സാധിക്കില്ല. നീ ഒരിക്കലും ഒരു ഡീമൺ ആയിരുന്നില്ലല്ലോ. നീ ഒരു മനുഷ്യനാണെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വന്നു നോക്കുന്ന സമയത്ത് നീ നമ്മുടെ കൊച്ചുകുട്ടിയെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു. അതുകൊണ്ട് നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. മാത്രമല്ല എനിക്ക് അവിടെ വേറൊരു സ്മെല്ല് കൂടി കിട്ടിയിരുന്നു. അതാണ് യഥാർത്ഥ ഡീമണിൻ്റെ സ്മെല്ല്. എനിക്ക് മനസ്സിലാവും, നിന്നെ ഇങ്ങനെ ആക്കിയവനെ തീർച്ചയായിട്ടും ഞാൻ കൊന്നുകളയും. നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ ആക്കിയവനെ ഞാൻ ഇല്ലാതാക്കിയിരിക്കും. നിന്നെ ഞാൻ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാൻജിറോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നിസ്കോയും കരയുന്നുണ്ട്. നിസ്കോനോട് പറയുന്നു, എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ നിന്നെ രക്ഷിക്കും. നിസ്കോ, നീ ഒരിക്കലും പേടിക്കണ്ട. എനിക്കിനി നീ മാത്രമേ ഉള്ളൂ. നിന്നെ ഞാൻ തീർച്ചയായിട്ടും രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞ് ടാൻജിറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് അങ്ങോട്ടൊരു ഡീമൺ സ്ലെയർ വരുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന കട്ടാര ഉപയോഗിച്ച് ടാൻജിറോയുടെ അനിയത്തിയായിട്ടുള്ള നിസ്കോയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ടാൻജിറോ നിസ്കോയെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ്. ടാൻജിറോയുടെ തലയിലെ മുടി മാത്രം നൈസായിട്ടൊന്നും മുറിഞ്ഞു പോകുന്നു. എഴുന്നേറ്റ് നിന്ന ടാൻജിറോ, ഇവൻ ആരാ, എവിടുന്ന് വന്നു, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നും പറഞ്ഞ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കട്ടാരയിലോട്ട് നോക്കുന്നു. അതിൽ ഡീമൺ സ്ലെയർ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ടാൻജിറോക്ക് മനസ്സിലാവുകയാണ്, ഡീമൺസിനെ കൊല്ലാൻ വേണ്ടി വന്ന ഡീമൺ സ്ലെയർ ആണ് ഇവൻ ഇപ്പോൾ എൻ്റെ അനിയത്തിയെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ആ ഡീമൺ സ്ലെയറിൻ്റെ പേരാണ് ജിയോ ടോമിയോഗ. നമുക്ക് ജിയോ എന്ന് വിളിക്കാം. ജിയോ, നിസ്കോയെ കൊല്ലാൻ വേണ്ടി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നീ എന്തിനാ ആ ഡീമനെ രക്ഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. ടാൻജിറോ പറയുന്നു, ഇതെൻ്റെ അനിയത്തിയാണ്, ഇവളെ കൊല്ലാൻ പാടില്ല, ഇവളെ കൊല്ലരുതെന്ന് പറയുന്നു. ഇത് കേട്ട് ജിയോ, ഈ ഡീമണാണോ നിന്റെ അനിയത്തി? ഇവളെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ലെന്നും പറഞ്ഞ് അവളെ കൊല്ലാൻ വേണ്ടി അവളുടെ അടുത്തോട്ട് വരുന്നു. ഇതിനോടകം തന്നെ ടാൻജിറോ നിസ്കോയെ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവളെ പൊത്തി പിടിച്ച് താഴോട്ട് നിൽക്കുന്ന സമയത്താണ് ടാൻജിറോ ആ കാര്യം മനസ്സിലാക്കുന്നത്. തൻ്റെ കയ്യിൽ തൻ്റെ അനിയത്തിയില്ല. നോക്കുന്ന സമയത്ത് ജിയോയുടെ കയ്യിലുണ്ട്. ജിയോയുടെ കയ്യിലുണ്ടായിരുന്ന നിസ്കോയെ കൊല്ലാൻ വേണ്ടി ജിയോ തീരുമാനിക്കുന്നു. അവളെ കൊല്ലല്ലേ, അവളെ എൻ്റെ അനിയത്തിയാണ്, അവളൊരു ഡീമൻ ആണെങ്കിൽ പോലും ഞാൻ അവളെ രക്ഷിക്കുമെന്ന് നിസ്കോ ടാൻജിറോ ജിയോനോട് പറയുന്നു. ഇത് കേട്ട് ജിയോ പറയുന്നു, ഇവിടെയുള്ള ഡീമൺസിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയാണ് എന്നെ പോലെയുള്ള ആളുകളെ നിയമിച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ ജോലി ചെയ്തേ പറ്റൂ. ഇവളെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യരെ ഉപദ്രവിക്കും. ഇത് കേട്ട് ടാൻജിറോ പറയുന്നു, ഇല്ല, അവൾ ഒരിക്കലും മനുഷ്യരെ ഉപദ്രവിക്കില്ല. അവളല്ല എൻ്റെ കുടുംബത്തെ കൊന്നത്. എൻ്റെ കുടുംബത്തെ കൊന്നത് വേറൊരു ഡീമനാണ്. എനിക്ക് വേറൊരു സ്മെല്ല് കിട്ടിയതാണ് എന്ന് ടാൻജിറോ ജിയോനോട് പറയുന്നു. ഇതൊന്നും കേൾക്കാതെ ജിയോ നിസ്കോയെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇതേ സമയം ടാൻജിറോ മുട്ടുകുത്തിയിരുന്ന് ജിയോനോട് പറയുന്നു, അവളെ കൊല്ലല്ലേ, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചുപോയി, എനിക്കിനി അവൾ മാത്രമേ ഉള്ളൂ, എനിക്ക് അവൾ കൂടി മരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കുടുംബമില്ല, അവളെ കൊല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ജിയോനോട്. ഇത് കേട്ട് ജിയോക്ക് ദേഷ്യം വരുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ഭീരുവിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ ഒരിക്കലും ഇങ്ങനെ കരഞ്ഞപടന്ന് നടക്കുന്നതൊന്നും മാറാൻ പോകുന്നില്ല. ഇവളെ കൊല്ലാനേ എല്ലാ ഡീമൺ സ്ലെയറും തീരുമാനിക്കൂ. മനുഷ്യർ ഇവളെ കൊല്ലാൻ തന്നെ തീരുമാനിക്കൂ. ഒരിക്കലും ഒരു ഡീമൺ മനുഷ്യരുമായിട്ട് ഒത്തുപോവില്ല. മനുഷ്യരുടെ ചോര കുടിക്കലാണ് ഡീമൺസിന്റെ പണി എന്നും പറഞ്ഞുകൊണ്ട് ടാൻജിറിനോട് ജിയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കണ്ട് ടാൻജിറോ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജിയോ മനസ്സിൽ പറയുന്നു, എനിക്കറിയാം നിന്റെ വിഷമം, നിനക്കൊരു കുടുംബമില്ല, ആകെയുള്ളത് ഈ അനിയത്തി മാത്രമാണ്. എന്നാൽ ഇവളൊരു ഡീമനാണ്, ഇവളെ കൊന്നേ എനിക്ക് പറ്റുള്ളൂ. സ്വർഗത്തിൽ പോയിട്ടെങ്കിലും ഇവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ജിയോ അവന്റെ കട്ടാര ഉപയോഗിച്ച് നിസ്കോയെ കുത്തുന്നു. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ടാൻജിറോ അവിടെ ഉണ്ടായിരുന്നൊരു കല്ലെടുത്ത് ജിയോയുടെ മേത്തോട്ട് എറിയുന്നു. എന്നാൽ ജിയോ തന്റെ കട്ടാര ഉപയോഗിച്ച് ആ കല്ല് തടുകുവാണ്. ഇതേ സമയം തന്നെ മഞ്ഞ് കാറ്റൊക്കെ വരുന്നത്. മഞ്ഞ് കാറ്റ് കണ്ട് ടാൻജിറോ അവിടെ ഉണ്ടായിരുന്ന കോടാലി ഉപയോഗിച്ച് ജിയോയെ വെട്ടാൻ വേണ്ടി ഓടി വരുന്നത്. എന്നാൽ ദിശമായി വരുന്ന ടാൻജിറോയെ പെട്ടെന്ന് ജിയോ കാണുന്നില്ല. എന്നാലും ടാൻജിറോയെ അഴിച്ചിടുവാണ് നമ്മുടെ ജിയോ. നിന്നോട് മണ്ടത്തരം കാണിക്കല്ലേ എന്ന് പറഞ്ഞതല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ടാൻജിറോയെ ബോധം കെടുത്തിയിടുവാണ് ജിയോ. എന്നാൽ ഇതേ സമയമാണ് ടാൻജിറോയുടെ കയ്യിലുണ്ടായിരുന്ന കോടാലിയെ പറ്റി
ജിയോ ചിന്തിക്കുന്നത്. അത് അവന്റെ കയ്യിൽ കാണുന്നില്ല. അത് എവിടെയാണെന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്താണ് മുകളിൽ നിന്നും കോടാലി പറന്ന് ജിയോയുടെ മേത്തോട്ട് വരുന്നത്. ജിയോ ജസ്റ്റ് മിസ്സിന് ആ കോടാലിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? അവന്റെ കയ്യിൽ കോടാലി ഉണ്ടായിരുന്നല്ലേ, ഇതെങ്ങനെ ഇപ്പൊ ഇവിടുന്ന് വന്നത്? അവൻ കല്ലെറിഞ്ഞ് എന്നെ ദിശ മാറ്റി. അവന്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി എന്റെ നേരെ എറിഞ്ഞ് അവന്റെ കയ്യിൽ കോടാലി ഉള്ളതുപോലെ അവൻ എന്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ അവന് അറിയാമായിരുന്നു ഞാൻ അവനെ അടിച്ച് താഴെ ഇടുമെന്ന്. ശരിക്കും നീ ആരാ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ജിയോ ടാൻജിറോയെ നോക്കി പറയുന്നു. ഇതേ സമയത്താണ് ജിയോനെയും തള്ളി തെറിപ്പിച്ചുകൊണ്ട് നിസുക്കു നേരെ ടാൻജിറോന്റെ അടുത്തോട്ട് പോകുന്നത്. ജിയോ മനസ്സിൽ വിചാരിക്കുവാണ്, ഏയ് ഡീമൺ അവനെ കൊല്ലല്ലേ എന്നും പറഞ്ഞ് നിൽക്കുന്നത്. ഇതേ സമയമാണ് ജിയോ ആ കാര്യം കാണുന്നത്. നോക്കുന്ന സമയത്ത് ടാൻജിറോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിസുക്കോ ശ്രമിച്ചിരുന്നത്. നിസുക്കോ ടാൻജിറോയെ പ്രൊട്ടക്ട് ചെയ്യായിരുന്നു. അങ്ങനെ നിസുക്കോ നേരെ ജിയോയുടെ അടുത്തോട്ട് വന്ന് ജിയോയെ ആക്രമിക്കുന്നു. ജിയോയെ ആക്രമിക്കുന്ന സമയത്ത് ജിയോ നൈസായിട്ട് അതിൽ നിന്നും വഴി മാറി കൊടുക്കുകയാണ്, നിസുക്കോയെ കൊല്ലണ്ട എന്ന് വെച്ച്. കാരണം ജിയോക്ക് മനസ്സിലാവാണ് നല്ല ഡീമൺസും ഉണ്ട്, മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഡീമൺസും ഉണ്ട്. ശരിക്കും ഇവൾ മരിക്കേണ്ടവളല്ല എന്ന് ജിയോക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ജിയോ നിസുക്കോയെ ബോധം കെടുത്തി അവിടെ ഇടുന്നു. നേരെ ടാൻജിറോയുടെ അടുത്ത് കൊണ്ടുപോയി കടത്തുന്നു. ടാൻജിറോക്ക് ബോധം വന്ന് നോക്കുമ്പോൾ നിസുക്കോ തൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട്. നിസുക്കോക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. നീ എഴുന്നേറ്റോ എന്ന് ജിയോനോട് ടാൻജിറോ ചോദിക്കുന്നു. എന്നിട്ട് ജിയോ ടാൻജിറോനോട് പറയുന്നു, നീ ഉടനെ തന്നെ മലമുകളിൽ താമസിക്കുന്ന കോഞ്ചിറോ കൊഡാക്കി എന്ന് പറയുന്ന വയസ്സായ ആളെ പോയി കാണണം. ജിയോ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി, ബാക്കിയെല്ലാം ഞാൻ അവരോട് പറഞ്ഞോളാം. മാത്രമല്ല നിന്റെ അനിയത്തിയെ സൂര്യപ്രകാശം തട്ടാതെ നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് ജിയോ അവിടെ നിന്നും പറന്ന് ചാടി പോവാണ്. പിന്നീട് ടാൻജിറോ തൻ്റെ വീട്ടിലോട്ട് വരുവാണ്. മരിച്ചുപോയ തൻ്റെ അമ്മയെയും സഹോദരങ്ങളെയൊക്കെ മറവ് ചെയ്ത് ജിയോ പറഞ്ഞ ആ വയസ്സായ ആളെ കാണാൻ വേണ്ടി ടാൻജിറോയും തൻ്റെ അനിയത്തിയായ നിസുകോയും പോകുന്നു. അവിടെ വെച്ച് ഡീമൺ സ്ലെയർ എന്ന് പറയുന്ന ഈ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും